പ്രാദേശിക ഭരണം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദേശീയ ഗീതവും ദേശീയ ഗാനവും തമ്മിൽ പൊരുത്തപ്പെടാൻ കഴിയാത്ത കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർമാരെയാണ് നമുക്കിന്നലെ കാണാൻ കഴിഞ്ഞത്. ആഗസ്റ്റ് 15 എന്നുകൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. ജനാധിപത്യം അതിൻ്റെ താഴെത്തട്ടിൽ നിന്ന് ശരിയായ വിധം ഉയർന്നു വന്നാൽ മാത്രമേ അതിൻ്റെ മേൽ ശൃംഖത്തിലും അതിന് ശരിയായി പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് പ്രാദേശിക ഭരണകൂടങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളായി അതിന് സ്ഥാനം നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഈ പ്രാദേശിക ഭരണകൂടങ്ങൾ ചലിച്ചാൽ മതിയോ? അവരുടെ കാര്യനിർവഹണം ഈ തരത്തിൽ പോയാൽ മതിയോ? കഴിഞ്ഞ ടേമിലെ കോഴിക്കോട് കോർപ്പറേഷനിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വളരെ വിവാദം ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം അടിസ്ഥാനം അതിൻ്റെ ജനാധിപത്യപരമായിട്ടുള്ള ദിശ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് കാണാൻ കഴിഞ്ഞത്. ഇത് ശക്തിപ്പെടണം, രാഷ്ട്രീയത്തിനതീതമായി ശക്തിപ്പെടണം എന്നുള്ള അഭിപ്രായത്തിൽ ഗാന്ധിജിക്കും EMSനും ഒരേ അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ നോക്കൂ, ഈ പ്രാദേശിക ഭരണകൂടങ്ങൾ AD 1-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും ഈ തമിഴകത്ത് വെന്നിക്കൊടി പാർപ്പിച്ചിരുന്നതാണ്. അന്ന് അവയെ അറിയപ്പെട്ടിരുന്നത് ഉലക അറവൈ, ലോകത്തിലെ ധർമ്മത്തിൻ്റെ ഇരിപ്പിടം, അറം വളർക്കും മണ്ഡ്രം, നീതി പാലിക്കുന്ന സ്ഥലം. ഒരു പൊതുസ്ഥലം അവരുണ്ടാക്കിയിരിക്കുകയാണ്. നീതി പാലിക്കുന്ന സ്ഥലം ഉലക അറവൈ, നീതി വളർക്കും മണ്ഡ്രം പിന്നീട് കേരള കരയിലൊക്കെ മന്നം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇത് സംഘകാല കൃതികളിലെ തൊൽക്കാപ്പിയം, നറ്റിടൈ, അകനാനൂറ്, പുറനാനൂറ് എന്ന് തുടങ്ങിയിട്ടുള്ള കൃതികളിലൊക്കെ പരാമർശിക്കപ്പെട്ടിരുന്നു. അത്തരം മഹത്തായ രീതിയിൽ ആ സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് വരുന്നതിൽ നിന്നും ഊർജം കൊണ്ടുകൊണ്ടാണ് ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കൊക്കെ രൂപം കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനം തന്നെ 4 ചക്രങ്ങളിൽ ഓടുന്ന ഒരു യന്ത്രമായിട്ടാണ്. അക്കൗണ്ടബിലിറ്റി ഓഫ് ദി പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് ഒരു വീലാണ്. ഈ വാഹനത്തിന് ഒരു വീലാണ്, ഒരു ചക്രമാണ്. ജനങ്ങളോടുള്ള പ്രതിബദ്ധത. 2 വീല് ആൻസറബിലിറ്റിയാണ്. ഒരു കാര്യം ചെയ്താൽ ഓരോ അതിലെ കൗൺസിലിലെ അംഗങ്ങൾക്ക് ഈ ജനങ്ങളുമായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്വ ബോധം, അതാണ് ആൻസറബിലിറ്റി. അത് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അങ്ങനെ അക്കൗണ്ടബിലിറ്റിയും ആൻസറബിലിറ്റിയും, അതുകൂടാതെ ട്രാൻസ്പെറൻസി, ഇവ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് ജനങ്ങൾ അറിയണം, അല്ലെങ്കിൽ ജനങ്ങൾ അപ്പോഴപ്പോൾ അത് എത്തണം. അതാണ് സുതാര്യത, അതിൻ്റെ ട്രാൻസ്പെറൻസി. മറ്റൊന്ന്, ഇത് ഏറ്റവും എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലുമുള്ള ഒരു നീതി നിർവഹണ മാർഗമാണ്. ഈ ക്വിക്ക് ആൻഡ് ഈസി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 4 ചക്രങ്ങളിൽ കറങ്ങുന്ന ഒരു യന്ത്രമാണ് ഈ പ്രാദേശിക ഭരണകൂടങ്ങൾ. അതിനകത്ത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, ഒഫീഷ്യൽ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. സെക്രട്ടറി എക്സിക്യൂട്ടീവ് ഓഫീസറാണ്.
എന്നാൽ എല്ലാ അധികാരങ്ങളും പ്രാദേശിക ഭരണകൂടത്തിൻ്റേതാണ് എന്നുള്ളതാണ് അടിസ്ഥാന തത്വം. അപ്പോൾ അതിലെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന ഏത് കാര്യങ്ങളിലും മേൽനോട്ടപരമായിട്ടുള്ള അവരുടെ ആധിപത്യം മാത്രമല്ല, അവർക്ക് പലർക്കും വ്യക്തിപരമായും അല്ലാതെയും ഉത്തരവാദിത്വങ്ങൾ ഈ നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ നിയമങ്ങളിലും ചട്ടങ്ങളിലും വിവക്ഷിക്കുന്നത് വളരെ വിപുലമായിട്ടുള്ള അധികാരങ്ങളാണ്. 30ഓളം ആക്റ്റുകളും 100ഓളം നിയമങ്ങളും വഹിക്കുന്ന ഒരു യന്ത്രമാണ് പ്രാദേശിക ഭരണകൂടം. പ്രധാനമായും നമ്മൾ കേൾക്കുന്നത് മുനിസിപ്പാലിറ്റി ആക്ട്, അല്ലെങ്കിൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്ത് രാജ് ആക്ട്. അതുമാത്രമല്ല, പബ്ലിക് ഹെൽത്ത് ആക്ട് ഉണ്ട്. അതുപോലെ തന്നെ സിനിമയെ സംബന്ധിച്ച നിയമമുണ്ട്, അത് വിനോദത്തെ സംബന്ധിച്ച് ഉണ്ട്, കളിസ്ഥലങ്ങളെക്കുറിച്ചുള്ളതുണ്ട്, ടാക്സി ഈടാക്കുന്നത് അവയുടെ ടാക്സി ഈടാക്കുന്നത് സംബന്ധിച്ച നിയമങ്ങളുണ്ട്. ഈ പാടങ്ങളും തണ്ണീർത്തടങ്ങളും സംബന്ധിച്ച നിയമങ്ങളിൽ വരെ പ്രാദേശിക ഭരണകൂടങ്ങളുടെ അധ്യക്ഷന്മാർക്ക് ഉന്നതമായ സ്ഥാനവും അതിനകത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ ഒരു 30ഓളം ആക്റ്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിനെ തുടർന്നുള്ള നിയമങ്ങളും വന്നിട്ടുണ്ട്. നിയമങ്ങളെല്ലാം പരിപൂർണമാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. നൽകിയിട്ടുള്ള 1994 ഈ നിയമം വരുന്നത്. ഈ പ്രാദേശിക ഭരണകൂടങ്ങളെ ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളായി അംഗീകരിച്ചിട്ടുള്ളത്. അന്നു മുതൽ ഇന്ന് വരെ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ നടത്തേണ്ട സ്ഥാനം ഒരു സമയം എത്തിയിരിക്കുകയാണ്. ഇവർക്ക് നൽകിയിട്ടുള്ള അധികാരങ്ങളെല്ലാം ഇവർക്ക് കാര്യക്ഷമമായി ചെയ്യുന്നതിനുള്ള പ്രാപ്തിയുണ്ടോ? അങ്ങനെ പ്രാപ്തി ഇല്ലാതെ പോയത് ഏതൊക്കെ കാര്യങ്ങളിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാർ ഒരു കമ്മീഷനെ വെച്ച് ഒരു പഠനം നടത്തേണ്ടതാണ്. ഇങ്ങനെ ഒരു പഠനം നടത്താമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ച അപ്പോ കമ്മിറ്റി റിപ്പോർട്ടിലും പറയുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അനിവാര്യമായ ഒന്നാണ്. 1999 സെൻ കമ്മിറ്റി കൊണ്ടുവന്ന പല പരിഷ്കാരങ്ങളും അതിൻ്റെ പ്രായോഗിക തലങ്ങളിൽ അപകടകരമായി തീർന്നിട്ടുള്ളതുണ്ട്. പ്രാദേശിക ഭരണകൂടങ്ങളിലെ അധ്യക്ഷന്മാർക്ക് അതിനകത്ത് ഇടപെടാനോ ഇല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടത്തിന് മൊത്തം തന്നെ ഇടപെടാനോ കഴിയാത്ത തരത്തിൽ ചില അധികാരങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനത്തെ കാര്യക്ഷമമായി ബാധിച്ചിട്ടുണ്ട്, പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിരവധിയുണ്ട്. ഞാൻ അതിലേക്ക് ഓരോന്ന് വിശദമായിട്ട് പിന്നീട് പറയുന്നതാണ് ഓരോ കാര്യങ്ങളും. ഇതുമൂലം ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം കൊണ്ടും ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രാപ്തിയില്ലായ്മ കൊണ്ടും പല അധികാരങ്ങൾ ഗവൺമെൻറ് തിരിച്ചെടുത്തിട്ടുണ്ട്. അവർക്ക് നൽകേണ്ടതായ അധികാരങ്ങൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അത് നൽകിയിട്ടുണ്ട്. ഈ AK ആൻ്റണി ഗവൺമെൻറ്റാണ് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ പല സ്ഥാപനങ്ങളും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ വിട്ടു നൽകിയിട്ടുള്ളത്. ആരോഗ്യം, വിദ്യാഭ്യാസം, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ, കൃഷി, കാര്യങ്ങളിലൊക്കെ ഈ പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? വർദ്ധിച്ച ധനവിനിയോഗവും ആസൂത്രണത്തിലും മേൽക്കോയ്മയും ഒഴിച്ചാൽ ഫലപ്രദമായി ഒരു അംബ്രല്ല സിസ്റ്റത്തിൻ്റെ മുകളിൽ ഈ സംവിധാനത്തെ നയിക്കുവാൻ പഞ്ചായത്തുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ, എൻ്റെ പഠനത്തിലും ഉള്ളത്. ഞാൻ ഇതിനെ സംബന്ധിച്ചുള്ള അക്കൗണ്ടബിലിറ്റി ഓഫ് ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് സംബന്ധിച്ച ഒരു വർക്കിംഗ് പേപ്പർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുകയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അത് റെഫറൻസായിട്ട് അംഗീകരിച്ചുകൊണ്ട് വേൾഡ് ബാങ്ക് മൂലം അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫിസ്ക്കൽ ഡീസെൻട്രലൈസേഷൻ ടു റൂറൽ ഗവൺമെൻറ്റ്സ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ അത് പ്രതിപാദിച്ചിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തി അവയ്ക്ക് ഒരു കൃത്യമായ
തിരുത്തലുകൾ വരുത്തേണ്ട സ്ഥലത്ത് തിരുത്തലുകൾ വരുത്തുകയും അവയെ ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടുന്ന ഇത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഈ രാഷ്ട്രീയം കടന്നു വരുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. കഴിഞ്ഞ തവണ ഈ ധനകാര്യ കമ്മീഷൻ പ്രവർത്തനം നടക്കുന്ന അവസരത്തിൽ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഒരു പേപ്പർ അവർക്ക് സമർപ്പിക്കുകയുണ്ടായി. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ലാൻഡ് യൂസ് മാപ്പ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. ആസൂത്രണത്തിന് മുമ്പായിട്ട് ലാൻഡ് യൂസ് മാപ്പ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അത് സ്വാതന്ത്ര്യ കിട്ടിയ അവസരം മുതലേ ഈ പ്ലാനിംഗ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ ആ ഒരു കാര്യം പിണറായി സർക്കാരിൻ്റെ രണ്ടാമത്തെ കാലത്തിൽ ആദ്യമായി ഗവർണർ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുകയുണ്ടായി. അത് ഉൾപ്പെട്ടു എന്നുള്ള ആദ്യത്തെ നയപ്രഖ്യാപനത്തിൽ ആദ്യത്തെ പോയിന്റ് തന്നെ അതായിരുന്നു. പക്ഷേ ഇന്നുവരെ അങ്ങനെ ഒരു ലാൻഡ് യൂസ് മാപ്പ് ഉണ്ടാക്കിയതായിട്ടോ ഈ പ്രാദേശിക ഭരണകൂടങ്ങളുമായിട്ട് അത് ചർച്ച ചെയ്ത് പ്രസിദ്ധീകരിച്ചതായിട്ടോ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് മാറണം. അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത എത്രമാത്രം ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ് മുനിസിപ്പാലിറ്റി ആക്ടിലെ 143A വകുപ്പ്. അതനുസരിച്ച് അവരുടെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ നേട്ടങ്ങൾ, അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ അവർ നൽകിയിരിക്കണം അതിൻ്റെ കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക്. അത് ബഹുമാനപ്പെട്ട ലോകായുക്ത മുമ്പാകെ ഇവർ ഇത് സമർപ്പിക്കേണ്ടതാണ്. അവർ ജൂൺ 30 മുമ്പായിട്ട് അവർ അവിടെ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തിന് ഉള്ളിൽ അവർ സമർപ്പിക്കുന്നതിൽ വീഴ്ചയുണ്ടായാൽ അവർ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാകുന്നതാണ്, അവർക്ക് അയോഗ്യതയുണ്ടാകും. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് ആക്ടിലുമുണ്ട് വകുപ്പ് 159 അനുസരിച്ച്. അപ്പോൾ ഇതെല്ലാം സമയത്തിന് ഇത് കൊടുക്കണമെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത് തന്നെ ജനങ്ങളോടുള്ള അവരുടെ ബാധ്യത, അവരുടെ പ്രതിബദ്ധത എത്രമാത്രം ഉന്നതമായിരിക്കും എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ആ നിയമവ്യവസ്ഥകളൊക്കെ അതിൽ ചേർത്തിട്ടുള്ളത്. ഇത്തരം നിയമവ്യവസ്ഥകളിൽ അവരെ ഇത് ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിച്ചും കൃത്യതയോടുകൂടി അത് എഴുതി കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അവർക്ക് അയോഗ്യത വരാവുന്നതാണ്. അപ്പോൾ അവർ ഈ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന എല്ലാ അവരുടെ ആസ്തി ബാധ്യതകളും സംബന്ധിച്ച സ്റ്റേറ്റ്മെൻറ്റ്, അവർ നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്, ഇതെല്ലാം കാലാകാലങ്ങളിൽ ഇവരുടെ കൊടുക്കുന്നതിന് ബാധ്യസ്ഥരാണ്. അത് വീഴ്ച വരുത്താൻ പാടില്ല. അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് 30 മാസത്തിനുള്ളിൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 30 മാസത്തിനുള്ളിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലെ കോമ്പറ്റൻ്റ് അതോറിറ്റി മുമ്പാകെ സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണവും കൂടിയാണ് ഞാനിപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ നിന്നും ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പിന്നീട് പ്രതിപാദിക്കുന്നതാണ്. ഇതിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും സ്പഷ്ടീകരണമോ അല്ലെങ്കിൽ അഭിപ്രായമോ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അതിന് യുക്തമായ മറുപടിയും നിർദ്ദേശങ്ങളും നൽകുന്നതാണ്.